നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. കേരളം നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു തമിഴ്നാട്ടുകാരനെ കുറിച്ചാണ്. അപ്പോൾ ആരായിരിക്കാം ആ തമിഴ്നാട്ടുകാരൻ? നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് കേരളം എന്ന സംസ്ഥാനം ആ സമയത്തില്ല. പകരമുള്ളത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെയുള്ള 3 പ്രദേശങ്ങളാണ്. അപ്പോൾ ഈ പ്രദേശങ്ങൾക്ക് വേണ്ടി മലയാള ഭാഷ സംസാരിക്കുന്ന 3 രാജ്യങ്ങളിലായിട്ട് അധിവസിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം നാടും നാട്ടുകാരെയും മറന്ന് കുറെ കാലം ഇവിടെ വന്ന് പാർത്ത് ഈ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു വ്യക്തി, ഒരു മനുഷ്യസ്നേഹിയായ ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് EV രാമസ്വാമി നായ്ക്കർ അഥവാ ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു തമിഴ്നാട്ടുകാരനാണ്. തമിഴ് ഭാഷ സംസാരിക്കുന്നയാളാണ്, തമിഴ് വംശജനാണ്. അദ്ദേഹത്തിന്റെ സമുദായം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ചെട്ടി അല്ലെങ്കിൽ ചെട്ടിയാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സമുദായമാണ്. അത് ഒരുപാട് ഉയർന്ന വിഭാഗം അല്ല, എന്നാൽ ഒട്ടും താഴ്ന്ന വിഭാഗവുമല്ല, ഏതാണ്ട് ഇടത്തട്ടിൽ നിൽക്കുന്ന ഒരു ജാതിയാണ് EV രാമസ്വാമി നായ്ക്കർ എന്ന ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കരുടെ ജാതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള EV രാമസ്വാമി നായ്ക്കർ എന്തുകൊണ്ട് കേരളത്തിൽ വന്ന് സമരം ചെയ്തു എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യം, അതിനുവേണ്ടിയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ച കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അയിത്തത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുക എന്ന കടമയാണ് അദ്ദേഹം നിർവഹിച്ചത്. അപ്പോൾ അദ്ദേഹം എന്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ, ജാതി വ്യവസ്ഥയ്ക്കെതിരെ, ഉച്ചനീചത്വങ്ങൾക്കെതിരെ, ജാതീയമായ അസമത്വങ്ങൾക്കെതിരെ പ്രതികരിച്ച, പ്രവർത്തിച്ച, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ച വ്യക്തിയാണ് ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എടുക്കുന്ന എന്റെ പേര് PS ശ്രീറാം എന്നാണ്. അപ്പോൾ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്ന വ്യക്തി, അദ്ദേഹം ജനിച്ചത് 1879-ലാണ്. 1879 ജനിച്ച ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ചില പ്രസ്ഥാനങ്ങളുടെ പേരിലാണ്. അദ്ദേഹം അറിയപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ, ഒരു പ്രസ്ഥാനത്തിന്റെ പേരാണ് ദ്രാവിഡ കഴകം എന്ന് പറയും. ദ്രാവിഡർ ആരാണ് എന്ന് നമുക്കറിയാം. ആര്യന്മാർ അധിവസിക്കുവാൻ എത്തുന്നതിന് മുൻപ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും പുരോഗമനം പ്രാപിച്ച അല്ലെങ്കിൽ പുരോഗതി പ്രാപിച്ച, അത്രയ്ക്കധികം വികാസം പ്രാപിച്ച ഒരു സംസ്കാരത്തിന്റെ യഥാർത്ഥ ഉടമകളാണ് ആര്? ദ്രാവിഡർ എന്ന് പറയുന്നത്. ആ ദ്രാവിഡർ ആര്യന്മാരുടെ ആഗമനത്തിന് ശേഷമാണ് ദക്ഷിണേന്ത്യയിലേക്ക് അവർ ആട്ടിപ്പായിക്കപ്പെട്ടത്. അപ്പോൾ ഇവിടെ അവർ അധസ്ഥിത വിഭാഗമായിട്ട് വന്നു. ആര്യന്മാരെന്ന് പറയുന്നവർ ബ്രാഹ്മണരുടെ മുൻഗാമികൾ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ, ഇവിടെ ഉണ്ടായിരുന്ന യഥാർത്ഥ ദേശവാസികൾ ദ്രാവിഡന്മാരെന്ന് പറയുന്ന താഴ്ന്ന വിഭാഗമായിട്ട് മാറ്റപ്പെടുകയുണ്ടായി. അപ്പോൾ അടിച്ചമർത്തപ്പെട്ട ദ്രാവിഡരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ് ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ. അദ്ദേഹം ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ്, നമ്മൾ ഈ പറഞ്ഞ പ്രസ്ഥാനം ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ പ്രസ്ഥാനം അതാണ് ദ്രാവിഡ കഴകം എന്ന് പറയുന്ന പ്രസ്ഥാനം. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം കൂടി ആരംഭിച്ചിരുന്നു. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയും. അല്ല, സെൽഫ് റെസ്പെക്ട് നമുക്കറിയാം, നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നണം. നമ്മുടെ മുന്നിൽ വരുന്നവനെ നമ്മൾ ബഹുമാനിക്കണം, അതോടൊപ്പം തന്നെ നമ്മളെയും നമ്മൾ ബഹുമാനിക്കണം. കാരണം നമ്മുടെ മുന്നിൽ വരുന്നവനെ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ സ്വയം അഹങ്കരിച്ചുകൊണ്ട് നമ്മളെ താഴ്ന്നവനായിട്ട് കണക്കാക്കും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മോട് തന്നെ നമുക്ക് എന്ത് വേണം? ഒരു റെസ്പെക്ട് വേണം. ആ പ്രസ്ഥാനമാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ആ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റും അതേപോലെ തമിഴ്നാട്ടിലെ ദ്രാവിഡ ജനതയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും പരിശ്രമിച്ചു എന്നുള്ളതാണ് ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കരുടെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് നോക്കാം. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന ചില നാമധേയങ്ങളുണ്ട്, ചില പേരുകളുണ്ട്. അദ്ദേഹം അറിയപ്പെട്ട പേരാണ് പെരിയാർ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ ഈ പെരിയാർ എന്ന പേരിന്റെ പിന്നിൽ രഹസ്യം ചോദിച്ചു കഴിഞ്ഞാൽ, പെരിയാർ എന്ന് വെച്ചാൽ പെരിയവർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പെരിയാർ എന്ന് പറയുന്നത്. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആത്മാഭിമാനം എന്ന ബോധം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൈപിടിച്ച് ആനയിച്ച ഒരു വലിയ മനുഷ്യനാണ് ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്ന നിഗമനത്തിൽ തമിഴ്നാട്ടിലെ അശരണരും അലംബഹീനരുമായിട്ടുള്ള ഒരു ജനത അദ്ദേഹത്തെ വിശേഷിപ്പിച്ച പേരാണ് പെരിയവർ. അങ്ങനെ അവർ വിശേഷിപ്പിച്ച് ആ വിശേഷണമാണ് ലോപിച്ച് പെരിയാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം അറിയപ്പെട്ട മറ്റൊരു പേരുണ്ട്, തന്തൈ പെരിയാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. തന്തൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പിതാമഹൻ അല്ലെങ്കിൽ പിതാവ് എന്ന അർത്ഥമാണുള്ളത്. അപ്പോൾ തന്തൈ പെരിയാർ എന്ന് വെച്ചാൽ എന്താണ്?
അവരുടെ പിതാവിന് സമാനനായിട്ട് കണക്കാക്കിക്കൊണ്ട് അശരണരുടെയും ആലംബഹീനരുടെയും ആത്മാഭിമാനം എന്ന് പറയുന്ന ബോധം അവന്റെ ഉള്ളിൽ നിറച്ചു വെച്ച അവരുടെ പിതാവ്, ആത്മാഭിമാനം എന്ന ബോധം അവരുടെ ഉള്ളിൽ നിറച്ചു കൊടുത്ത ഒരു വലിയ പിതാവ് അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് അവർ അദ്ദേഹത്തെ തന്തൈ പെരിയാർ എന്ന് വിശേഷിപ്പിച്ചത്. ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വൈക്കം വീരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ എന്താണ് വൈക്കം വീരൻ എന്ന് നമ്മൾ അറിയണം അല്ലെ. വൈക്കത്ത് വീരസാഹസ കൃത്യം നടത്തിയ വ്യക്തി എന്നതിനാലാണ് അദ്ദേഹത്തെ വൈക്കം വീരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം നടത്തിയ വീരകൃത്യം എന്തായിരുന്നു? ഇവിടെ വൈക്കം ക്ഷേത്രത്തിന്റെ 4 വശത്തുമുള്ള നടപ്പാതകളിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ജാതിയിൽ താഴ്ന്നവർക്ക് അവകാശമില്ല. നേരെ മറിച്ച് മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവകാശമുണ്ട്, അവർണർക്ക് അവകാശമില്ല. എന്നാൽ ജാതിയിൽ താഴ്ന്നവരായതുകൊണ്ട് അവർക്ക് അവകാശമില്ലെങ്കിലും അന്യമതസ്ഥർക്ക് അതുവഴി പോകാം. ഇതോടുകൂടി ഈ ഒരു മോശപ്പെട്ട അവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കുവാനായിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർ തീരുമാനിച്ചു. ആ ചെറുപ്പക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം ആരംഭിച്ചു. ആ സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു സമരം. ഈ സമരത്തിന് പിന്തുണ നൽകുവാനായിട്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പിന്തുണ നൽകുവാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കാലത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വക്താവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന EV രാമസ്വാമിയും നായ്ക്കരും വൈക്കത്തെത്തുകയുണ്ടായി. അദ്ദേഹം എത്തിയത് മധുരയിൽ നിന്നാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു സംഘം അനുയായികളും കൂടി കാൽനട ജാഥയായിട്ടാണ് വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിൽ നടത്തപ്പെട്ടിരുന്ന ഈ സമരവേദിയിലേക്ക് എത്തിപ്പെട്ടത്. അവിടെ അദ്ദേഹം സമര പന്തലിൽ സത്യാഗ്രഹിയായിട്ടിരിക്കുകയും ഇവിടെയുള്ള തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുമൊക്കെ ഭരിക്കുന്ന കാലത്താണ്. അവിടെ ആ സമരപ്പന്തലിൽ കുത്തിയിരിക്കുകയും സമര ചെയ്യുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുകയും അതിന്റെ പേരിൽ അറസ്റ്റ് വരിക്കപ്പെടുകയും ചെയ്തു. അറസ്റ്റ് വരിക്കപ്പെടുമെന്ന് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് അറിഞ്ഞിട്ടും അതിൽ നിന്ന് ഒഴിവാകാതെ സധൈര്യം അറസ്റ്റ് വരിച്ച വ്യക്തി എന്ന നിലയിലും ഈ വൈക്കത്തെ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജയിൽവാസം അനുഷ്ഠിച്ച വ്യക്തി എന്ന നിലയിലുമാണ് ഇദ്ദേഹത്തെ നമ്മൾ വൈക്കം വീരൻ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പോരാട്ടം അവിടം കൊണ്ടൊന്നും നിലനിൽക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ പോരാട്ടം വീണ്ടും വീണ്ടും പല പല മേഖലകളിൽ പല പല ആളുകളുടെ പല പല ജാതിയുടെ പല പല ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കൂടുതൽ പ്രോജ്വലിക്കുകയുണ്ടായി. അത്തരത്തിൽപ്പെട്ട ഒരു പോരാട്ടമായിരുന്നു ഹിന്ദി ഭാഷയ്ക്ക് എതിരായ പോരാട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഹിന്ദി ഭാഷയ്ക്ക് എതിരായിട്ടൊരു പോരാട്ടം ഉണ്ടായി. അതായത് ഹിന്ദി ഭാഷ നമുക്കറിയാം 1937 ഇവിടെ പൊതു തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നടക്കുന്നത്. ബ്രിട്ടീഷ് പ്രവിശ്യയിൽ 1937 പൊതു തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പൊതു തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലെത്തിയ വിവിധ മന്ത്രിസഭകൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ധാരണയിലെത്തി. ആ ധാരണ എന്ന് പറയുന്നത് ഹിന്ദി ഭാഷ എന്ന് പറയുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഹിന്ദി എന്ന ഭാഷ അടിച്ചേൽപ്പിക്കുവാനുള്ള ഒരു ശ്രമം തമിഴ്നാട്ടിൽ വരികയാണ്. ആ തമിഴ്നാട്ടിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുവാൻ നടക്കുന്ന ശ്രമത്തിനെതിരെ പോരാടുവാനായിട്ട് EV രാമസ്വാമി നായ്ക്കർ തീരുമാനിക്കുകയും അങ്ങനെ ആന്റി ഹിന്ദി അജിറ്റേഷൻ എന്ന് പറയുന്ന ഹിന്ദി ഭാഷാ വിരുദ്ധ സമരം നമ്മുടെ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നടക്കുകയും ഉണ്ടായി. റെയിൽവേ സ്റ്റേഷനുകളിൽ നമ്മൾ പോകുമ്പോൾ 3 ഭാഷയിൽ റെയിൽവേ സ്റ്റേഷന്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ, മറ്റത് ഹിന്ദി ഭാഷയിലാണെങ്കിൽ, മൂന്നാമത്തത് പ്രാദേശിക ഭാഷയിലാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ എഴുതി വെച്ചിരുന്ന ഹിന്ദി ഭാഷയെല്ലാം പെയിന്റ് അടിച്ച് മായ്ച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യേക സമരരീതി. തീവണ്ടിപ്പാളങ്ങളിൽ തലവെച്ചുകൊണ്ട് തീവണ്ടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ ജീവൻ ബലിയർപ്പിക്കുവാൻ സന്നദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരമുറകൾ, ഇതൊക്കെയായിരുന്നു ആന്റി ഹിന്ദി അജിറ്റേഷന്റെ ഭാഗമായിട്ട് ഇവിടെ നടന്നിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരുപാട് സമരങ്ങൾ ചെയ്തു എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇദ്ദേഹം ചെയ്ത സുപ്രധാനമായ ചില സമരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതിൽ അദ്ദേഹം സമരരംഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ എത്രാമത്തെ വയസ്സിലാണ്? അദ്ദേഹത്തിന്റെ 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയിൽ അംഗത്വം എടുക്കുന്നത്. 1919 അദ്ദേഹം അംഗത്വം എടുക്കുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ റൗലറ്റ് സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ടും ഇവിടെ റൗലറ്റ് നിയമം എന്ന് പറയുന്ന ഒരു കിരാത നിയമം അടിച്ചമർത്തുന്നതുമൊക്കെ കാരണമായിരുന്നു ഇദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവേശനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 1919 ഈറോഡ് വെങ്കടരാമസ്വാമി നായ്ക്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം എടുക്കുകയുണ്ടായി. എന്നാൽ അധികകാലം അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ തുടർന്ന് പ്രവർത്തിച്ചില്ല. 1925 അദ്ദേഹം രാജിവെക്കുകയുണ്ടായി. ഈറോഡ് വെങ്കടരാമസ്വാമി നായ്ക്കർ രാജിവെക്കുകയുണ്ടായി. 1925 അദ്ദേഹം റിസൈൻ ചെയ്യുകയുണ്ടായി. എന്ത് കാരണത്താലാണ് അദ്ദേഹം രാജിവെച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അദ്ദേഹം രാജിവെച്ചത് ഗുരുകുലം സംഭവം എന്ന പേരിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു സംഭവ വികാസത്തെ തുടർന്നായിരുന്നു. അപ്പോൾ എന്തായിരുന്നു ഗുരുകുല സംഭവം? തിരുനെൽവേലി എന്ന ഒരു സ്ഥലം, തമിഴ്നാട്ടിലാണ് ഇപ്പോഴും തിരുനെൽവേലി. ആ തിരുനെൽവേലിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടിയിട്ട് ഒരു സ്കൂൾ പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു പാഠശാല പ്രവർത്തിച്ചിരുന്നു. ഈ പാഠശാല എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള പാഠശാലയായിരുന്നു. ഈ പാഠശാലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകങ്ങൾ, ഹോസ്റ്റൽ സൗകര്യങ്ങൾ, ഭക്ഷണം മുതലായവയെല്ലാം സൗജന്യമായിട്ട് നൽകുമായിരുന്നു. എന്നാൽ ഇതിന്റെ ഈ ഒരു ഗുരുകുലം കോളേജിന്റെ അല്ലെങ്കിൽ ഗുരുകുലം ഹോസ്റ്റലിന്റെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ചാർജിലുണ്ടായിരുന്ന ഒരു വി സുബ്രഹ്മണ്യ അയ്യരുണ്ട്. അദ്ദേഹം ജാതീയമായ ചില വിവേചനങ്ങൾ ഇവിടെ കാണിച്ചു. അദ്ദേഹം ജാതീയമായിട്ട് കാണിച്ച വിവേചനം എന്ന് പറയുന്നത് അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം, അവർക്ക് കഴിക്കുവാനുള്ള ആഹാരം, കഴിക്കുവാനുള്ള പാത്രം, അവർക്ക് ഉപയോഗിക്കുവാനുള്ള പുസ്തകങ്ങള്, അവർക്ക് ഉപയോഗിക്കുവാനുള്ള വസ്ത്രങ്ങള്, അവർക്ക് കിടക്കുവാനുള്ള മുറികളും കിടക്കകളും, ഇതെല്ലാം അദ്ദേഹം വിവേചനം കാണിച്ചു. അപ്പൊ ജാതീയമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്നവന്റെ ആ കൽപ്പന എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ജാതീയമായിട്ട് താണവന്റെ കടമ എന്ന രീതിയിൽ അവിടെ സംഭാഷണം ഉണ്ടായപ്പോൾ അതിൽ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് വി രാമസ്വാമി നായ്ക്കർ കത്തയച്ചു. എന്നാൽ അനുകൂലമായ ഒരു പ്രതികരണം കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകാതെ വന്നതിനെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ജാതി കോമരങ്ങളുടെ താളത്തിന് തുള്ളുന്ന ഈ പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1925 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ഇദ്ദേഹം രാജിവെച്ചു. മാത്രമല്ല, രാജിവെച്ചതിന് ശേഷം ഇദ്ദേഹം ചെയ്ത പ്രവർത്തനം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ വിചിത്രമായിരുന്നു. മേൽജാതിക്കാരൻ ഒരു ഹൊങ്കുണ്ട്, അവൻ ഉയർന്നവനാണ്, ശ്രേഷ്ഠവനാണ്, അവനെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ ബഹുമാനിക്കണം. താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, കാരണം ഞാൻ ജനിച്ചത് താഴ്ന്ന ജാതിയിലാണ് എന്നൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അതുകൊണ്ട് വി രാമസ്വാമി നായ്ക്കർ അവരോട് ആദ്യം പറഞ്ഞത് നിങ്ങളുടെ കോംപ്ലക്സ് മാറ്റിവെക്കുക. നിങ്ങൾ താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ് മറ്റുള്ളവരെല്ലാം എന്നുള്ള ചിന്ത നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുകയും അവരുടെ ഉള്ളിൽ ആത്മാഭിമാനവും ആത്മബോധവും വളർത്തിയെടുക്കുവാനായിട്ട് വി രാമസ്വാമി നായ്ക്കർ പരിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം. 1925 സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം വി രാമസ്വാമി നായ്ക്കർ ആരംഭിച്ചത്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നാൽ സ്വാഭിമാന പ്രസ്ഥാനമാണ്. അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവനോട് പറയുകയാണ് ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്ന രീതിയിൽ പറയുകയാണ്. ബഹുമാനം കൊടുക്കുക, ബഹുമാനം നേടിയെടുക്കുക. അല്ലാതെ ബഹുമാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം നൽകുവാനുള്ളതല്ല എന്ന പാഠമാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിലൂടെ അദ്ദേഹം നടത്തിയത്. ഇങ്ങനെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ ഭാഗമായിട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള നടപ്പാതയിലൂടെ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ജനതയ്ക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നതും അതിനെതിരായിട്ട് ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ ഒരു സമരം ശക്തിപ്പെടുന്നതും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പുരോഗമനവാദികളായ എല്ലാവരുടെയും പിന്തുണ ഈ സമരത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വി രാമസ്വാമി നായ്ക്കരും ഈ സമരത്തെ പിന്തുണയ്ക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. അദ്ദേഹം മധുരയിൽ നിന്നും അദ്ദേഹത്തിന്റെ സംഘത്തോടൊപ്പം ജാഥയായിട്ട് ഇവിടെ വരികയാണ്. ഇതാണ് വൈക്കം ജാഥ അല്ലെങ്കിൽ മധുര ജാഥ എന്ന പേരിൽ അറിയപ്പെടുന്ന ജാഥ എന്ന് പറയുന്നത്. ഇവിടെ വന്ന് അദ്ദേഹം അറസ്റ്റ് വരികയും ചെയ്തു. വി രാമസ്വാമി നായ്ക്കരുമായിട്ട് പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1977 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആന്റി ഹിന്ദി അജിറ്റേഷൻ എന്ന് പറയുന്ന സമരം. അതായത് ഹിന്ദി ഭാഷ എന്ന് പറയുന്നത് നിർബന്ധിത ഭാഷയായിട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടിച്ചേൽപ്പിക്കുക എന്ന കോൺഗ്രസിന്റെ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വി രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ആന്റി ഹിന്ദി അജിറ്റേഷൻ 1937 എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം തീരുമാനിച്ചു, സോവിയറ്റ് യൂണിയനൊക്കെ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ജോസഫ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യകരമായ വിപ്ലവമായിരുന്നു. ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നുമുള്ള കാഴ്ചപ്പാടുകളെല്ലാം മാറ്റിക്കൊണ്ട് എല്ലാവരെയും ഒരേപോലെ കണക്കാക്കുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി ഇതോടുകൂടി വി രാമസ്വാമി നായ്ക്കർക്ക് നന്നായിട്ടും ബോധ്യപ്പെട്ടു. സമൂഹത്തിൽ നീതിയാണ് വേണ്ടത് എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ബലപ്പെട്ടു. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്ന് തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സംഘടനയിൽ ചേരുകയാണ്. ആ സംഘടനയുടെ പേരായിരുന്നു ജസ്റ്റിസ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി. ആ ജസ്റ്റിസ് പാർട്ടിയിൽ വി രാമസ്വാമി നായ്ക്കർ 1938 അംഗത്വമെടുത്തു. വി രാമസ്വാമി നായ്ക്കരെ പോലെ കഴിവും കാര്യപ്രാപ്തിയും ചിന്താശേഷിയുമുള്ള ഒരു നേതാവിനെ കിട്ടിയതോടുകൂടി ജസ്റ്റിസ് പാർട്ടി ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. പ്രത്യേകിച്ച് ദ്രാവിഡ ജനതയുടെ ഒരു വികാരമായിട്ട് ജസ്റ്റിസ് പാർട്ടി മാറ്റപ്പെടുന്നു. ആ ജസ്റ്റിസ് പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് തൊട്ടടുത്ത വർഷം, അതായത് 1939 വി രാമസ്വാമി നായ്ക്കർ നിയമിതനാവുകയാണ്.
തുടർന്ന് ഇ വി രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ ജസ്റ്റിസ് പാർട്ടി എന്നുള്ള പാർട്ടി ഒരുപാട് പോരാട്ടങ്ങൾ തമിഴ്നാട്ടിൽ നടത്തുകയുണ്ടായി. അധസ്ഥിതരുടെയും അലംബഹീനരുടെയും അശരണരുടെയും കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇ വി രാമസ്വാമി നായ്ക്കർ തുടക്കം കുറിച്ചു. ഇതോടുകൂടി ദളിത് വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഈ പറയുന്ന ജസ്റ്റിസ് പാർട്ടിയിൽ അംഗങ്ങളായി വരികയാണ്. അങ്ങനെ അവർ അംഗങ്ങളായി വന്നപ്പോൾ ഈ പാർട്ടി എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്നും ഇത് ദ്രാവിഡരുടെ പാർട്ടിയാണെന്നും ഈ പാർട്ടി എന്ന് പറയുന്നത് ജനഹൃദയങ്ങളിൽ ജീവിക്കേണ്ട ആൾക്കാരുടെ പാർട്ടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്യുകയാണ്, ഈ പാർട്ടിയുടെ പേരിൽ ഒരു മാറ്റം വരുത്തുകയാണ്. ആ പേരിൽ അദ്ദേഹം മാറ്റം വരുത്തി 1944 ജസ്റ്റിസ് പാർട്ടിയെ അദ്ദേഹം ഒന്ന് പുനർനാമകരണം ചെയ്തു. ജസ്റ്റിസ് പാർട്ടിയെ പുനർനാമകരണം ചെയ്തത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രാവിഡ കഴകം എന്ന പേര് നൽകിക്കൊണ്ടാണ് ജസ്റ്റിസ് പാർട്ടിയെ ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ പുനർനാമകരണം നടത്തിയത്. ദ്രാവിഡ കഴകം എന്നുള്ള പാർട്ടി രൂപീകരിച്ചപ്പോൾ ദ്രാവിഡ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അനുയായികൾ അദ്ദേഹത്തിന്റെ കൂടെ എത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു CN അണ്ണാദുരൈ എന്ന് പറയുന്ന നേതാവ്. ആരാണ് CN അണ്ണാദുരൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ സ്നേഹ ബഹുമാനങ്ങളോടുകൂടി അണ്ണ എന്ന നാമത്തിൽ വിളിച്ചിരുന്ന വ്യക്തി, അല്ലെങ്കിൽ അണ്ണ എന്ന് തമിഴ്നാട്ടിലെ ജനത ബഹുമാന പുരസ്സരം വിളിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതായിരുന്നു CN അണ്ണാദുരൈ. ഇ വി രാമസ്വാമി നായ്ക്കരുടെ സന്തത സഹചാരിയും അനുയായിയുമായിരുന്ന വ്യക്തിയായിരുന്നു CN അണ്ണാദുരൈ. ഇ വി രാമസ്വാമി നായ്ക്കർ പകർന്നു കൊടുത്ത ദ്രാവിഡ കഴകം എന്നുള്ള ആശയം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച വ്യക്തിയായിരുന്നു CN അണ്ണാദുരൈ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ 1948 ദ്രാവിഡ കഴകം എന്നുള്ള സംഘടനയ്ക്ക് ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയാണ്. സംഘടനയുടെ അനിഷേധ്യ നേതാവായിരുന്ന ഇ വി രാമസ്വാമി നായ്ക്കരുടെ ചില പ്രവൃത്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് CN അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ യുവജന വിഭാഗം ദ്രാവിഡ കഴകം എന്നുള്ള പാർട്ടിയിൽ നിന്നും പുറത്തു വരികയാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ ഒരുപാട് അനാചാരങ്ങൾക്കെതിരെ പ്രതികരിച്ച വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന് 70 വയസ്സോളം പ്രായമുള്ള സമയത്ത് അദ്ദേഹം ഒരു 18-17 വയസ്സോ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആ രീതി ശരിയല്ല, ആ പ്രവണത ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇ വി രാമസ്വാമി നായ്ക്കരുടെ നയങ്ങളെയും അദ്ദേഹത്തിന്റെ സംഘടനയെയും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CN അണ്ണാദുരൈ ഈ പാർട്ടിയിൽ നിന്നും പുറത്തു വരികയാണ്. അങ്ങനെ CN അണ്ണാദുരൈ DK എന്ന് പറഞ്ഞ പാർട്ടി, ദ്രാവിഡ കഴകം എന്ന് പറഞ്ഞ പാർട്ടിയിൽ നിന്ന് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുകയും ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പേരിൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നുള്ള ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് CN അണ്ണാദുരൈ ഇ വി രാമസ്വാമി നായ്ക്കരുമായിട്ട് സ്പ്ലിറ്റ് ഉണ്ടാകുന്നു. ഇ വി രാമസ്വാമി നായ്ക്കർ നാളിതുവരെ ഉണ്ടാക്കിയെടുത്ത എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അധികാരങ്ങളും എല്ലാം ഈ പുതിയ പാർട്ടിക്ക് ലഭിക്കുകയാണ്. ഇ വി രാമസ്വാമി നായ്ക്കർ പതുക്കെ ചരിത്രത്തിലേക്ക് വിസ്മൃതിയിലാവുകയും ചെയ്യുന്നു. ഇ വി രാമസ്വാമി നായ്ക്കരുടെ സകലമാന ക്രെഡിറ്റുകളും പിന്നീട് ഏറ്റെടുത്തത് CN അണ്ണാദുരൈ ആയിരുന്നു എന്നുള്ളതും ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതാണ്. സാമൂഹ്യമായ അനാചാരങ്ങൾക്കും അയിത്തങ്ങൾക്കും അതേപോലെ തന്നെ ഒരുപാട് പ്രതികരണങ്ങൾ നടത്തിയ വ്യക്തിയാണ് CN അണ്ണാദുരൈയും അദ്ദേഹത്തിന്റെ ആചാര്യനായിരുന്ന ഇ വി രാമസ്വാമി നായ്ക്കരും. ഇ വി രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ചില മാഗസിനുകളും പത്രങ്ങളുമുണ്ട്. ആ മാഗസിനുകളെയും പത്രങ്ങളെയും കുറിച്ച് നമുക്ക് ഈ ഒരു അവസരത്തിൽ ഒന്ന് സംസാരിക്കാം. അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേരായിരുന്നു കുടി അരശ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പേര്. ഇ വി രാമസ്വാമി നായ്ക്കരുടെ പത്രത്തിന്റെ പേര് കുടി അരശ് എന്നായിരുന്നു. ഇദ്ദേഹത്തിന്റെ മാസികകൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹം നേതൃത്വം കൊടുത്ത മാസികകളുടെ പേരായിരുന്നു പുരക്ഷി എന്നും വിടുതലൈ എന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ മാസികകളുടെ പേര്. അപ്പോൾ പുരക്ഷി, വിടുതലൈ എന്നിവ ഇദ്ദേഹത്തിന്റെ മാസികകളായിരുന്നു. കുടിയരശി എന്നുള്ളത് പത്രവുമായിരുന്നു. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്ന ഇ വി രാമസ്വാമി നായ്ക്കരെ കുറിച്ചാണ്. അപ്പൊ ഇ വി രാമസ്വാമി നായ്ക്കരെ കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് നടത്തി നോക്കാം. അതായത് ഇദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് 1879 1879 ഇദ്ദേഹം ജനിച്ചു അല്ലെ. ഇദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമധേയം എന്ന് പറയുന്നത് ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്നായിരുന്നു പൂർണ്ണമായ നാമധേയം. ഇദ്ദേഹം ജനഹൃദയങ്ങളിൽ അറിയപ്പെട്ട ഒരു പേരുണ്ട്. ഇദ്ദേഹം ജനഹൃദയങ്ങളിൽ അറിയപ്പെട്ട പേര് എന്ന് പറയുന്നത് എന്താണോ, പെരിയാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു, തന്തൈ പെരിയാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു, വൈക്കം വീരൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ പെരിയാർ എന്നും തന്തൈ പെരിയാർ എന്നും വൈക്കം വീരൻ എന്നുമൊക്കെയുള്ള പേരുകളിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ആര്, ഇ വി രാമസ്വാമി നായ്ക്കർ എന്ന ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇദ്ദേഹം അല്ലെ ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ വ്യക്തിയാണ്. ഇദ്ദേഹം എന്തിനെല്ലാം എതിരായി പോരാടി എന്ന് ചോദിച്ചാൽ ബ്രാഹ്മണ മേധാവിത്വത്തിന് എതിരായി പോരാടിയ വ്യക്തിയാണ് അല്ലെ. ബ്രാഹ്മണ മേധാവിത്വത്തിന് എതിരായി പോരാടിയ വ്യക്തിയാണ്.
ഹിന്ദി ഭാഷയുടെ മേധാവിത്വം എന്നത് തമിഴ്നാട്ടിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഹിന്ദി ഭാഷയുടെ മേധാവിത്വത്തിന് എതിരായി പോരാടിയ വ്യക്തിയാണ്, അല്ലെ? അതേപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള അനാചാരങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഉച്ചനീചത്വങ്ങൾക്കും ഒക്കെ എതിരായി പോരാടിയ വ്യക്തിയും കൂടിയാണ് ആര്? ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന വ്യക്തി. ഇനി ഇദ്ദേഹം 1919 എന്ന വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മെമ്പർ ആയത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നമ്മുടെ ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ മെമ്പർ ആയത് എന്ന് ചോദിച്ചാൽ 1919 ഇദ്ദേഹം മെമ്പർ ആയത്. ഇതിൽ നിന്ന് ഇദ്ദേഹം റിസൈൻ ചെയ്തത് ഒന്നാണ് 1925 റിസൈൻ ചെയ്തത്. അപ്പോൾ 1925 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടനയിൽ നിന്ന് ഇദ്ദേഹം റിസൈൻ ചെയ്തു എങ്കിൽ ഈ സംഘടനയിൽ നിന്ന് ഇദ്ദേഹം റിസൈൻ ചെയ്യാനായിട്ടുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ഗുരുകുലം സംഭവം എന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു. അപ്പൊ എന്താണ് ഗുരുകുലം സംഭവം എന്ന് ചോദിച്ചാൽ ദരിദ്രരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുനെൽവേലിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായിരുന്നു. ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് അപമാനം നേരിടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു. അവരെ ജാതീയപരമായിട്ട് അധിക്ഷേപിച്ചു. അത് ചോദ്യം ചെയ്തുകൊണ്ട് എ വി രാമസ്വാമി നായ്ക്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഒരു കത്തയച്ചു. അവിടെ നിന്നും അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മറുപടി ലഭിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ട് അധസ്ഥിത വിഭാഗങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. ആ പ്രസ്ഥാനത്തിന്റെ പേരായിരുന്നു സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നായിരുന്നു ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേര്. അങ്ങനെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നുള്ള സംഘടന 1925 അദ്ദേഹം ആരംഭിക്കുകയാണ്. മാത്രമല്ല ഇദ്ദേഹം ഒരു ജാഥ സംഘടിപ്പിച്ചു. ഈ അവശത അനുഭവിക്കുന്ന, ജാതീയപരമായിട്ട് അടിച്ചമർത്തൽ അനുഭവിക്കുന്ന ഒരു ജനത എവിടെയുണ്ട്? നമ്മുടെ ഈ തിരുവിതാംകൂറിലുണ്ട്. ആ തിരുവിതാംകൂറിൽ അടിച്ചമർത്തൽ അനുഭവിക്കുന്ന ജനത സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു ജനതയാണ്. ആ ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സമരം നടന്നു. ആ സമരത്തിന്റെ പേരാണ് വൈക്കം സത്യാഗ്രഹം. ആ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈക്കം സത്യാഗ്രഹ പന്തലിൽ സമരം ചെയ്യുവാനായിട്ട് അദ്ദേഹം എത്തിച്ചേരുകയും ഇവിടെ തിരുവിതാംകൂർ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. അങ്ങനെ വൈക്കത്തെ സമരപ്പന്തലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആയതിനാൽ അദ്ദേഹത്തെ വൈക്കം വീരൻ എന്ന പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നു. ആത്മാഭിമാനമില്ലാതെ അടിച്ചമർത്തപ്പെട്ട് കിടന്നിരുന്ന തമിഴ്നാട്ടിലെ ജനതയുടെ ആത്മാഭിമാനം വാനോളം ഉയർത്തിയ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ പെരിയാറെന്നും തന്തൈ പെരിയാറെന്നും നമുക്ക് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇദ്ദേഹം ഒരു പാർട്ടി അംഗത്വം എടുക്കുകയാണ്. ആ പാർട്ടിയുടെ പേരായിരുന്നു ജസ്റ്റിസ് പാർട്ടി എന്ന് പറയുന്നത്. പിൽക്കാലത്ത് അദ്ദേഹം ജസ്റ്റിസ് പാർട്ടിയുടെ പ്രസിഡന്റായിട്ട് മാറ്റപ്പെടുകയും ഈ ജസ്റ്റിസ് പാർട്ടിയെ അദ്ദേഹം ദ്രാവിഡ വിഭാഗവുമായിട്ട് കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് ദ്രാവിഡ കഴകം എന്നൊരു പേര് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ദ്രാവിഡ കഴകം എന്ന പാർട്ടിയുമായി അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് CN അണ്ണാദുരൈ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു അനുയായി അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. എന്നാൽ കാലാന്തരത്തിൽ എ വി രാമസ്വാമി നായ്ക്കരുടെ ചില പ്രവൃത്തികളെ ചോദ്യം ചെയ്തുകൊണ്ട് CN അണ്ണാദുരൈ എ വി രാമസ്വാമി നായ്ക്കരുമായിട്ട് മാനസികമായിട്ട് അകലുകയും ആ മാനസികമായ അകൽച്ച എന്ന് പറയുന്നത് ദ്രാവിഡ കഴകം എന്നുള്ള പാർട്ടിയിൽ ഒരു പിളർപ്പിന് കാരണമാവുകയും ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പേരായ ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് CN അണ്ണാദുരൈ പിന്നീട് തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ അല്ലെങ്കിൽ ജാതീയത വിരുദ്ധ പോരാട്ടങ്ങൾക്ക് മുൻപന്തിയിലെത്തുകയും ചെയ്തു. എ വി രാമസ്വാമി നായ്ക്കർ കാലാന്തരത്തിൽ അപ്രസക്തനായി മാറ്റപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തെ തമിഴ് ജനത അതുവരുടെ ദൈവതുല്യമായിട്ടാണ് ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവർ പെരിയാറെന്നും തന്തൈ പെരിയാറെന്നും വിശേഷിപ്പിക്കുന്നത്. എഴുത്തും വായനയും കാര്യമായ രീതിയിൽ അറിയില്ലാതിരുന്നൊരു സമൂഹത്തെ എഴുത്തും വായനയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അവകാശ സമരങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് എ വി രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചൊരു പത്രമുണ്ട്. ആ പത്രത്തിന്റെ പേരാണ് കൊടി അരശു എന്ന് പറയുന്നത്. ഇതേപോലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച 2 മാഗസിനുകളുണ്ട്. ആ മാഗസിന്റെ പേരാണ് പുരക്ഷി എന്നും വിടുതലൈ എന്നും പറയുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് എ വി രാമസ്വാമി നായ്ക്കർ എന്ന ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ്. ഈ നവോത്ഥാന നായകനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാവുന്നതാണ്. ഓൾ ദ ബെസ്റ്റ്.